NSS ട്രഷറർ സ്ഥാനം PN സുരേഷ് രാജിവെച്ചു. ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ നിർദ്ദേശപ്രകാരമാണ് രാജി. വിവരങ്ങളുമായി G ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് ഈ രാജിയിലേക്ക് നയിച്ച സാഹചര്യം? രജിസ്ട്രാർ പദവിയിൽ നിന്നാണ് TN സുരേഷ് രാജിവെച്ചിരിക്കുന്നത്. NSSൽ ചില തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി. ഈ രാജിയിലേക്ക് ഉള്ള കാരണം അതാണ്. അതായത് ഈ ശശി തരൂരിന്റെ സന്ദർശനത്തിന് പിന്നാലെ വന്ന പത്രമാധ്യമ വാർത്തകളിൽ ഈ PN സുരേഷാണ് G സുകുമാരൻ നായരുടെ തൊട്ടടുത്ത അനന്തരാവകാശി എന്ന നിലയിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അത് NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനെ തുടർന്ന് ഇന്നലെ തന്നെ G സുകുമാരൻ നായർ PN സുരേഷിന്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. സ്വാഭാവികമായും സാധാരണ ഉണ്ടായിരുന്ന ചർച്ചകളിൽ G സുകുമാരൻ നായർക്ക് ശേഷം PN സുരേഷ് തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് വാർത്തയായി ചില മാധ്യമങ്ങളിൽ വന്നത്. ഇതിനെ ചൊല്ലി പലരും ജനറൽ സെക്രട്ടറിയോട് പരാതി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് NSSൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും നിലവിൽ PN സുരേഷിന്റെ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. ചോദിച്ച ഉടൻ തന്നെ രാജി നൽകിയിട്ടുണ്ട്. രാജി ചോദിച്ചു വാങ്ങാൻ നിർബന്ധിതനാകുകയായിരുന്നു. G സുകുമാരൻ നായരുടെ പിന്തുണ ഇപ്പോൾ സുരേഷിന് ഉണ്ടോ? ഇത് G സുകുമാരൻ നായരും PN സുരേഷും തമ്മിലുള്ള തർക്കമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ G സുകുമാരൻ നായർക്ക് PN സുരേഷുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. കലാമണ്ഡലത്തിന്റെ VC അടക്കം ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ ഡയറക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് PN സുരേഷ് എത്തിയത് ഒരു പരിധിവരെ G സുകുമാരൻ നായരുടെ കൂടി പിന്തുണയോടെയായിരുന്നു. ഇപ്പുറത്ത് G സുകുമാരൻ നായർക്ക് താല്പര്യമുള്ള ഒരാളോട് തന്നെ ഒരു വിഭാഗം അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതോടുകൂടിയാണ് G സുകുമാരൻ നായർ ഈ രാജി വാങ്ങിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇത് NSSലെ വലിയൊരു തർക്കത്തിനാണ് ഈ പ്രശ്നം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്, കാരണമായിരിക്കുന്നത്. സാധാരണ നിലയിൽ NSSൽ ഇങ്ങനൊരു തർക്കമോ പൊട്ടിത്തെറിയോ രാജിയോ ഒന്നും നമ്മൾ സമീപകാലത്ത് എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും അതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ഉയർന്നു വരികയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ രാത്രി രാജി ചോദിക്കുകയും ഇന്നലെ തന്നെ രാജി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് PN സുരേഷ്, അതായത് രാജി നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്ന് PN സുരേഷ് സ്ഥിരീകരിക്കുന്നുണ്ട്. രേണുക. G ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.